എല്ലാവർക്കും മലയാളി ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കൃഷ്ണകുമാർ വിവാദം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ? മലയാളക്കരയിൽ എല്ലാവരും അവർക്കുള്ള സപ്പോർട്ട്. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നും തന്നെ ഇല്ല. അതിൻ്റെ പ്രധാന കാരണം ഇത് വളരെ ജെന്യൂനായ ഒരു കേസാണ്. അവർ വളരെ സത്യസന്ധമായിട്ടാണ് ആദ്യം മുതൽക്കേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അവരെ വെളിപ്പെടുത്തലും എല്ലാം. അവരെ ഭയങ്കരമായിട്ട് ഈ 3 പെൺകുട്ടികൾ ചീറ്റ് ചെയ്ത് കളഞ്ഞു. ചീറ്റ് ചെയ്തത് മാത്രമല്ല, കൃഷ്ണകുമാരും കുടുംബവും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു. എന്തെങ്കിലും അവരിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിയെടുത്തിട്ട് ബാക്കി ഉപേക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ 3 പെൺകുട്ടികൾ കാണിച്ച അതിബുദ്ധി, ആദ്യം കൃഷ്ണകുമാർ കുടുംബത്തിലും ചെറിയ എതിർപ്പുകൾ അല്ലെങ്കിൽ ചില ഭിന്നസ്വരങ്ങൾ അവിടെ എവിടെയും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചോ, സോഷ്യൽ മീഡിയ മൊത്തവും കൃഷ്ണകുമാർ കുടുംബത്തിന് അനുകൂലമാണ്. അതാണ് മലയാളിയുടെ ശക്തി. മലയാളി എന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. എവിടെയോ അവിടെ മലയാളിയുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അത് ഏത് ജാതി, ഏത് മതം, എന്തുമായിക്കോട്ടെ, ജെന്യൂനായ കേസ് സത്യസന്ധമാണോ അവിടെ മലയാളി ഉണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവും ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് മലയാളികളെല്ലാം ഒന്നടങ്കം കൃഷ്ണകുമാർ കുടുംബത്തിന് സപ്പോർട്ട്. കാരണം 3 കള്ളികളെ എന്തിന് സപ്പോർട്ട് ചെയ്യണം? എൻപിനി 3 കള്ളികളെ ആര് സപ്പോർട്ട് ചെയ്യുന്നു? ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചില അഥവാ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചില പക്ക ഫ്രോഡുകളാണ് ഈ 3 പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അവരുടെ കുടുംബാംഗങ്ങൾ പോലും ഇവർക്ക് ഈ 3 പെൺകുട്ടികൾക്ക് സപ്പോർട്ടുണ്ടെന്ന്. ഒരു പക്ഷേ അവരുടെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടികൾക്കെതിരായിരിക്കും. നിങ്ങൾ എന്തിനിത് ചെയ്തു എന്നായിരിക്കും അവരുടെ ചോദ്യം. നമ്മളറിയുന്നില്ല. അവർക്ക് പുറത്ത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പെട്ടുപോയില്ലയോ മകളെ അല്ലെങ്കിൽ മകനെ അതിനകത്ത് ഉൾപ്പെട്ടുള്ള ആ ഒരു സംഘം ഉണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്തില്ലേ അവർക്ക് നിവർത്തിയുള്ളൂ. പക്ഷെ ഉള്ളിൽ അവർക്ക് വിഷമവും ദേഷ്യവും എതിർപ്പും കാണും. ഒരുപക്ഷെ അവരെ മാതാപിതാക്കൾ ചോദിക്കും, മോളെ നീ എന്തിനിത് ചെയ്തു? നിനക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവർ മാന്യമായ ശമ്പളം തന്നുകൊണ്ടിരുന്നല്ലയോ? കേരളത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റിയും ഫ്ലാഷിയും എല്ലാം വൈറ്റുന്നൊരു കുടുംബമല്ലയോ അത്? ഒപ്പം നിന്നിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് തന്നെ ഭാവിയിൽ വളരെ അടുത്തര കിട്ടുന്ന ഒരു സാമ്പത്തികവും എല്ലാം കിട്ടിപ്പോവാനെ. ഈ പെൺകുട്ടികൾ സത്യം പറഞ്ഞാൽ പൊന്മൂട്ടായിരുന്ന താറാവിനെ കൊന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരിക്കലും ഈ പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്പം പണത്തിന് വേണ്ടിയിട്ട്, അല്പമല്ല, ഇതൊരു വലിയ തുകയാണ്, അത്യാർത്തി ഇത് പോരെങ്കിൽ അവർക്കിട്ട് പണിയുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിലൊക്കെ ആ പെൺകുട്ടിയുടെ ചിരി എന്തുമായിരുന്നു. ആ കണ്ണാടി കിട്ട ആ പെൺകുട്ടിയുടെ എന്തോ ഒരു ചിരിയും എന്തൊരു ഒരു ആവജ്ഞയായിരുന്നു. കൂടെ നിൽക്കുന്ന 2 കള്ളികൾക്ക് പിന്നെയും ഒരു ചെറിയ ഒരു സഹതാപം ഉണ്ടായിരുന്നു. ആ കണ്ണാടി വെച്ചോൾ അവൾ പക്ക ഫ്രോഡാണ്. അവൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പോട്ടെ, ഇത് സൗമ്യമായിട്ട് പറഞ്ഞു തീർത്ത് ക്ഷമ പറഞ്ഞു ഉള്ളത് കൊടുത്ത് അത് സോൾവ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല, അവരെ കുറ്റം പറയാക്കത്തില്ല, കൃഷ്ണനെ കുറ്റം പറയാക്കത്തില്ല. വിശ്വാസം അത് വളരെ വലുതാണ്. നമ്മൾ ഒരാളെ വിശ്വസിച്ചു, കൂടെ നിന്ന് ഇങ്ങനെ പണി തരുമെന്ന് അവരും വിചാരിച്ചില്ല. ഒരു സഹോദരിയെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ അവരും കണ്ടു. വിശ്വാസത്തിൻ്റെ പേരിൽ അവരങ്ങ് ഏൽപ്പിച്ചു. അത് ഇത്രയും വലിയ പണിയാവുമെന്ന് കൃഷ്ണനായി പറഞ്ഞില്ല. എന്ത് ചതിയാണ് കാണിച്ചത്? ഇതിൽ നിന്നും ഇതിനകത്ത് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു മലയാളി എന്നതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും അതിൻ്റെ ഓരോ സോഷ്യൽ മീഡിയയുടെ കമൻറ്റുകളിലും താഴെ വരുന്ന സപ്പോർട്ട്. എന്താ സപ്പോർട്ട്? ഹൈൻസ് ഓഫ് മലയാളി, നിങ്ങളാണ് ശരിക്കും മലയാളിയുടെ സത്യസന്ധത ഇവിടെ കാണിച്ചു. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും. മലയാളി എന്നതിൽ അഭിമാനം.